ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു പിക്ക് ആൻഡ് ഈറ്റ്. ഇന്നത്തെ റെസിപ്പി നിങ്ങളൊട്ടുಗೂ ಶೇರ್ ആക്കിയിട്ടുള്ള പോട്ട്ല പുലാവ്. സിമ്പിൾ ആയ ഒരു പോട്ട്ല പുലാവ് ആക്കുക. ನಾವು ಫಸ್ಟ್ ഒരു കോട്ടന്റെ ക്ലോത്തിൽ സിനിമൻ സ്റ്റിക്ക് വെച്ചോണ്ട് ഒരു 2 ഇഞ്ച് അത്ര ഉದ್ದം അകല ചായപത്രി എടുത്തോണ്ട് ഒന്ന് സ്റ്റാർ അനീസ് എടുത്തോണ്ട് 5-6 കാർഡമം എടുത്തോണ്ട് പിന്നെ കൂടെ ഒരു 10 ക്ലോവ്സ് എടുത്തോണ്ട് പിന്നെ ഹാഫ് ടീസ്പൂൺ അത്ര ഞങ്ങൾ അതിൽ കൗണ്ട് ആക്കിയെങ്കിൽ ഒരു 10 പെപ്പർ ആഡ് ആക്കിയാലും പിന്നെ കൂടെ ഒരു ചെറിയ ടീസ്പൂൺ അത്ര ഹാഫ് ടീസ്പൂൺ അത്ര ഷാജീര നോർമൽ ജീര അല്ല ഷാജീര എടുത്തോളൂ അതിൽ ഇങ്ങനെ ഒരു കെട്ടാക്കിയാലും പോട്ട്ല പലാക്കിയാലും ഇതിൽ ക്ലോത്ത് ഇതിൽ ഞാൻ അതിൽ നോട്ട് ഇട്ട് വിടുറേ ഇതിൽ ഒരു കോർണർ പിടിച്ചിരിക്കുന്ന നോട്ട് ഇട്ടിട്ട് ഒരു ചെറിയ ഒരു പോട്ടിലാക്കിയിട്ട് എടുത്തോളൂ ഇങ്ങനെ പോട്ടിലാക്കിയിട്ട് ടൈറ്റ് ആക്കിയിട്ട് നോട്ട് ആക്കിയാൽ പിന്നെ ഇതിൽ ഇപ്പൊ ഞങ്ങൾ ഒരു ഹെവി പോട്ട് ഉൾക ഇടുന്നു ಅದಕ್ಕೆ മുന്നേ ഞങ്ങൾ ഇപ്പൊ ഇവിടെ മെഷർമെന്റ് എടുത്തോളുക 2 കപ്പ് അത്ര റൈസിಗೆ 4 കപ്പ് അത്ര നല്ല ഹോട്ട് വാട്ടർ ആഡ് ആക്കിയൊളുക ನಾವು ഇവിടെ ഗ്യാസിന്റെ ഫ്ലെയിം ലോയിൽ വെച്ച് ಬಿಟ್ರೆ സോ 4 കപ്പ് അത്ര വാട്ടർ ആഡ് ആക്കിയാൽ പിന്നെ ഞങ്ങൾ ഇവിടെ പോട്ട്ലത്തിൽ ഈ തണ്ണീരുള്ളിൽ ഇട്ട് ಬಿಡೋನು നിങ്ങൾ പോട്ട്ലക്ക് ഇട്ടു കോട്ടന്റെ മൽമൽ ക്ലോത്തും യൂസ് ആക്കാം അപ്പൊ ഇത് ഞാൻ ഹാഫ് kg അത്ര ചിക്കൻ 1 വലിയ സൈസിൽ പൊട്ടാറ്റോടെ ഇങ്ങനെ വലിയ വലിയ ആയിട്ട് കട്ടാക്കിണ്ട് പിന്നെ കൊറിയ ഗ്രീൻ മട്ടർ പീസ് ഉണ്ടല്ലേ അതിൽ എടുത്തോണ്ട് അതിൽ നല്ല ആക്കിയിട്ട് വാഷ് ആക്കിയാൽ പിന്നെ തണ്ണിಗೆ ആഡ് ആക്കിയിട്ട് ഇതിൽ സ്ട്രോക്ക് വരുവായിട്ട് ഞങ്ങൾ ഉപയോഗിക്കണം കൂടെ ഇപ്പൊ ഞാൻ തെല്ല് ടേസ്റ്റിಗೆ അക്കോർഡിംഗ് തെല്ല് സോൾട്ട് ആഡ് ആക്കിയിട്ടുള്ള ഹാഫ് ടീസ്പൂൺ അത്ര ഇട്ടിട്ട് നല്ല ആക്കിയിട്ട് മിക്സ് ആക്കിയാൽ പിന്നെ ഇത് ഞങ്ങൾ മുച്ചിട്ട് നല്ല സ്ട്രോക്ക് എല്ലാം ബರೋಗ വെച്ച് ಬಿಡುವ ഇപ്പൊ ഇവിടെ ഞാൻ 3 ലാർജ് സൈസിന്റെ ഓണിയന്റെ സ്ലൈസസിൽ കട്ടാക്കി എടുത്തോണ്ടേ ഈ എല്ലാ ഓണിയന്റെ ഇപ്പൊ ഞങ്ങൾ ബിരിഷ്താക്കി എടുത്തോളൂ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് 1 പോട്ട് മീലിൽ ഞങ്ങൾക്ക് ഈ പോട്ട്ല പുലാവിടെ ആക്കിയിട്ട് എടുക്കാം ഇതിൽ ചില്ലി പൗഡർ ഞങ്ങൾ യൂസ് ആക്കില്ല ടർമറിക് പൗഡർ ഞങ്ങൾ യൂസ് ആക്കില്ല കൊറിയാണ്ടർ പൗഡർ ഞങ്ങൾ യൂസ് ആക്കില്ല ഗരം മസാല പൗഡർ ഞങ്ങൾ യൂസ് ആക്കില്ല അത്രത്തോളം ഞങ്ങൾ ബിരിഷ്ത ആയിട്ട് റെഡി ആവടത്തോളം ഞങ്ങൾ ഇവിടെ ചിക്കനും വെജിൽ സ്റ്റോക്കും റെഡി ആയിട്ട് ഗ്യാസിലെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വെച്ച് ಬಿಡುವ ഞാൻ ഇവിടെ കുക്കർ എടുത്തോണ്ട് 1 പോട്ട് മീൽ ചെന്നപ്പോലെ ഞങ്ങൾ കുക്കറിൽ ഈസി ആയിട്ട് ആക്കിയെടുക്കാം ഞങ്ങൾ ബിരിഷ്ത ആക്കി എടുത്തോണ്ട് സെയിം ഓയിലിൽ ഞാൻ ഇവിടെ 3 വലിയ സ്പൂൺ അത്ര പോരാക്കിയിട്ടുള്ള ചെന്നപ്പോലെ ചെമ്മ മസാല ഇല്ലാണ്ട് ടേസ്റ്റിൽ എന്തും കോംപ്രമൈസ് ഇല്ലാണ്ട് ഈ സിമ്പിൾ പോട്ട്ല പുലാവ് ഞങ്ങൾ ആക്കിയിട്ട് എടുക്കുക നിങ്ങൾ എങ്ങനത്തെ ദാവത്തും ഇത് നിങ്ങൾ ഇൻക്ലൂഡ് ആക്കാം ഇവിടെ 2 ബേ ലീഫും 1 സ്റ്റാർ അനീസ് പിന്നെ 1 ഡ്രൈ ലെമന്റെ ആഡ് ആക്കിയോണ്ട് ഇതിക്ക് 5 നല്ല കാരമുള്ളി ഗ്രീൻ ചില്ലി 12 ഗാർലിക്കും 1 ലാർജ് സൈസിൽ ടൊമാറ്റോറി ഞാൻ ആഡ് ആക്കിയോണ്ട് ഗാർലിക്കിൽ എന്തും കട്ടാക്കിയിട്ടില്ല ഗ്രീൻ ചില്ലിയിൽ ജസ്റ്റ് സ്പ്ലിറ്റ് ആക്കിയിട്ട് ആഡ് ആക്കിയോണ്ട് ജസ്റ്റ് 2 to 5 മിനിറ്റ്സ് സോട്ടെ ആക്കിയാൽ പിന്നെ ഇത് ഞങ്ങൾ ആക്കി വെച്ച് ബിരിഷ്ത ഉണ്ടല്ലേ അതിലെ യാറത്തെ ക്വാണ്ടിറ്റി ഇതിಗೆ ആഡ് ആക്കുന്നു തെല്ലറെ ക്വാണ്ടിറ്റി ഞങ്ങൾ സൈഡിൽ വെച്ച് ಬಿಡುವ ലാസ്റ്റ് ഗാർണിഷ് ആയിട്ട് ഇപ്പൊ ഇതിൽ നല്ല ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തോളുക ഇപ്പൊ ഇതിൽ ഞങ്ങൾ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലേ ക്യൂബ്സ് നമുക്ക് മാർക്കറ്റിൽ കിട്ടും മാഗിരേത് അതിലേത് 1.5 ക്യൂബ് അത്ര ആഡ് ആക്കിയോളൂ ಇದರೊಟ್ಟಿಗೆ ಇಪ್ಪ ನಂಗೆ 1 ಟೀಸ್ಪೂನ್ ಅತ್ರ ಜಿಂಜರ್ ಪೇಸ್ಟ್ ಆಡ್ ಆಕಿಯೋನು ಜಿಂಜರ್ ಪೇಸ್ಟ್ ಆಡ್ ಆಕಿಯಲ್ പിന്നെ 2 to 5 മിനിറ്റ്സ് സോട്ടെ ആക്കിയിട്ട് എടുത്തോളൂ ഗാർലിക് ജിഞ്ചർ സ്മെൽ പോകും റോ സ്മെൽ പോകായിട്ട് ഇതിൽ പിന്നെ ഇപ്പൊ ഞങ്ങൾ ഇതിൽ വെജും ചിക്കൻ്റെ സ്റ്റോക്ക് ആക്കി വെച്ചിരുന്നല്ലേ അതിൽ മെഷർ ആക്കിയിട്ട് ആഡ് ആക്കിയോളൂ ചിക്കൻ്റെ എക്സ്ട്രാ സ്റ്റോക്ക് ഒന്നി തിന്നെങ്കിൽ അതിൽ ആഡ് ആക്കണ്ട റൈസിಗೆ ഞങ്ങൾ എത്ര വെച്ചിടാം അതിൽ അക്കോർഡിംഗ് സ്റ്റോക്ക് ആഡ് ആക്കിയോളൂ ഞാൻ ഇവിടെ 4 കപ്പ് അത്ര വാട്ടർ ആഡ് ആക്കിinde സോ നമുക്ക് 4 കപ്പ് അത്രമേ മെഷർമെന്റ് കറക്റ്റ് ആയിട്ട് വന്നത് സോ ഞാൻ അതിൽ ആഡ് ആക്കിയിട്ട് ചിക്കനും വെജ് ഞങ്ങൾ ആഡ് ആക്കിന്നല്ലേ പൊട്ടാറ്റോയും ഗ്രീൻ പീസ് അതിൽ ആഡ് ആക്കിയിട്ടില്ലേ ആഡ് ആക്കിയിട്ട് നല്ല ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തോളുക അവർക്ക് സോൾട്ട് ചെക്ക് ആക്കിയോളൂ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓണിയന് ബിരിഷ്ത ആക്കുമ്പോഴത്തേക്ക് തെല്ല് സോൾട്ട് ആഡ് ആക്കിയോണ്ട് പിന്നെ ചിക്കൻ്റെ സ്റ്റോക്ക് എടുക്കുമ്പോഴത്തേക്കും തങ്ങൾ സോൾട്ട് ആഡ് ആക്കിയോണ്ട് അതിൽ അവർക്ക് ചെക്ക് ആക്കിയിട്ട് സോൾട്ട് ആഡ് ആക്കിയോളൂ കൂടെ ഹാഫ് ലെമന്റെ ജ്യൂസിൽ ആഡ് ആക്കിയോണ്ട് ഇപ്പൊ ഇതിಗೆ ವಾಶ್ ಆಕಿತ್ತು ಸೋಕ್ ಆಕಿತ್ತು വെച്ച് ഹാഫ് ആൻ അവർ ನಾನು ബിരിയാണി റൈസ് സോക്ക് ആക്കി വെച്ചിരുന്നു അതിൽ ആഡ് ആക്കിയിട്ടുള്ളേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റൈസിൽ ആഡ് ആക്കുക ജീരക മസാല റൈസ് ഇന്ത്യ ഗേറ്റ് റൈസ് നിങ്ങൾക്ക് ഏത് കംഫർട്ടബിൾ ഉണ്ടോ ആ റൈസിൽ ആഡ് ആക്കുക ഞാൻ ഇവിടെ ഫോർച്യൂണിന്റെ ബിരിയാണി റൈസിൽ ആഡ് ആക്കിയിട്ടുള്ളേ ആഡ് ആക്കിയിട്ട് നല്ല ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് അവർക്ക് ഉപ്പുരെ സറൂർ ടേസ്റ്റ് ആക്കി നോക്കോളൂ അകത്തേനെങ്കിൽ ആഡ് ആക്കിയുള്ളൂ ഞാൻ ഇവിടെ ടേസ്റ്റ് ആക്കിയിട്ട് നോക്കിയിട്ട് ഇവിടെ പെർഫെക്റ്റ് ആയി തിന്നിട്ട് അതിಗೆ ಸೊ ಲಿಡ್ಡರೆ ಕುಕ್ಕರ್ ಲಿಡ್ರೆ ಕ್ಲೋಸ್ ಹಾಕಿದ್ದು 2 ವಿಸಿಲ್ ಹಾಕಿದ್ದೆ എടുത്തോണ്ട്
ഞങ്ങളെ മൈൻഡ് സെറ്റിൽ ഇങ്ങനെ ഫിക്സ് ആക്കി വെക്കുക ചെമ്മ മസാല ഇന്നെങ്കിൽ ചെമ്മ സ്പൈസസ് ഇന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നല്ല ഒരു ഡിഷ് ആക്കിയിട്ട് എടുക്കാം റെസിപ്പി ആക്കി എടുക്കാം ബട്ട് അങ്ങനെ എന്തൊക്കില്ലേ സിമ്പിളായിട്ട് ലെസ് മസാല യൂസ് ആക്കിയിട്ട് ഡിലിഷ്യസ് ആയ റെസിപ്പി ഞങ്ങൾക്ക് ഔത്തിൽ ആക്കിയിട്ട് എടുക്കാം ഇങ്ങനെ ഞാൻ ഇവിടെ 2 വിസിലായ പിന്നെ കുക്കർ ഓപ്പൺ ആക്കിയോണ്ടേ ಸೊ ಚೆಮ್ಮೆ ಬೆಚ್ಚ ಅದಗಾಯ್ತು ಅದು ತೆಲ್ಲ ಸ್ಟಿಕ್ಕಿ ಪಲ್ಯ ಕಂಡುಕೊಂಡು ಫ್ಯಾನ್ಗೆ ಕಾತುಗು ತೆಲ್ಲ ನಂಗೆ ನಾರ್ಮಲ್ ಕಾತುಗ ಅವ್ರ ರೂಮ್ ಟೆಂಪ್ರೇಚರ್ಗೆ ಬಿಟ್ಟಿಲ್ಪಿನಿ ಪರ್ಫೆಕ್ಟ್ ಆಯ್ತು ನಂಗೆ ಊಡೆ ರೈസും ಬಿಟ್ಟು ತಿಕ್ಕರು പിന്നെ ചിക്കനും പൊട്ടാറ്റോവും കറക്റ്റ് ആയിട്ട് വെന്തിര് ഞങ്ങൾ 50% ರತ್ತನೆ ಫಸ್ಟ್ ಬೇಬಾಟಿ അതിൽ 2 വിസിലാവുമ്പോൾ ഞങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പൊട്ടാറ്റോവും സ്മാഷ് ആയിട്ടില്ലേ കറക്റ്റ് ആയിട്ട് വെന്തിട്ട് ഞങ്ങൾ പോട്ല പുലാവ് റെഡി ആയിര് സിമ്പിൾ ആൻഡ് ഡിലീഷ്യസ് ഈസി കുക്കിംഗ് ആയ ഈ പോട്ല പുലാവ് ഇന്നത്തെ ഈ റെസിപ്പി ഞാൻ ആക്കിന്നോ ബറാത്തി ഷബി ബറാത്തി 2 ഇതിൽ മേലെ ഞാൻ ബീഷ്ത ഇട്ടത് ഗാർണിഷ് ആക്കിയിട്ട് രായത്ത റൊട്ടുകു സർവിങ് ആക്കിന്ന് കൊച്ചമ്പർ റൊട്ടുകു ഇങ്ങനെ ഈസി ആയിട്ട് നിങ്ങളും ഔത്തിൽ ആക്കിയെടുക്കോറു ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിಗೆ ഷെയർ ആക്കറു ಕಮೆಂಟ್ ಹಾಕ್ರು ಸಬ್ಸ್ಕ್ರೈಬ್ ಆಕಾತಂಗ ಪ್ಲೀಸ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಆಕಿದ ಸಪೋರ್ಟ್ ಹಾಕ್ರು ಚೊಮ್ಮೆ ತಂಗ ಸಬ್ಸ್ಕ್ರೈಬ್ ಆಕಿಲ್ಲ ಪ್ಲೀಸ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕ್ರು ನೀವು ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕಿ ನನಗೂ ಚೊಮ್ಮೆ ಹೆಲ್ಪ್ ಆವರು ಇಂಟ್ರೆಸ್ಟಿಂಗ್ വീഡിയോസ് എല്ലാം അപ്ലോഡ് ആക്കൂ പിന്നെ ನನ್ನ ಚಾನೆಲ್ ಪಿಕ್ ಆ್ಯಂಡ್ ಈಟ್ಗೆ ಸಪೋರ್ಟ್ ಹಾಕ್ರು ಥ್ಯಾಂಕ್ ಯು ಫಾರ್ ವಾಚಿಂಗ್